ചേട്ടാ, നമ്മളിപ്പം റൈച്ചസ്നെസ്സിനെ കുറിച്ചല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഹീറോസ് ഓഫ് ദ ഫെയ്ത്തിനെ കുറിച്ച് വായിച്ചു പഠിച്ചു ഫ്രം ഹീബ്രൂസ്. അപ്പം ഈ സാധാരണക്കാരായ ഇസ്രായേലൈറ്റ്സ് ഇൻ ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് അവരെങ്ങനെയാ ഈ റൈച്ചസ്നെസ്സിന്റെ ടോപ്പിക് അല്ലെ ദൈവമായിട്ട് റിലേറ്റ് ചെയ്തേ? ഓക്കെ, വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം. പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പല ഭാഗത്തും എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ റോമൻസിൽ ആ ഭാഗങ്ങളുണ്ട്. ഫിലിപ്പീൻസിൽ എന്നിട്ട് പൗലോസിൻ്റെ വിഷയങ്ങൾ ഞാൻ കാണിക്കാം. റോമാലേഖനം 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ റോമൻസ് ചാപ്റ്റർ 9 അതിൻ്റെ വേഴ്സ് 30 നമ്മൾ നോക്കിയാൽ 30-ാം വാക്യം, റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം നമ്മൾ നോക്കിയാൽ അവിടെ എഴുതിയിരിക്കുന്നു, ആകയാൽ നാം എന്തു പറയേണ്ടു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു. അതായത് ജാതികളെക്കുറിച്ചാണ് പറയുന്നത്, ഇല്ലെങ്കിൽ നമ്മളെക്കുറിച്ചാണ് പറയുന്നത്. അത് വിശ്വാസത്താലുള്ള നീതി തന്നെ. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിലെത്തിയില്ല. അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവർത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി. ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്ങൽപ്പാറയും വയ്ക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോവുകയില്ല എന്ന് എഴുതിയിരിക്കുന്നു. എന്നിട്ട് അടുത്ത അധ്യായം 10 തുടങ്ങുക. ഇത് കണ്ടിന്യൂസ് ആയിട്ടാണല്ലോ അധ്യായങ്ങളൊക്കെ പിന്നെ ചേർത്തതാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വായിക്കുമ്പോഴേക്കും, സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാവുന്നു. ഇസ്രായേലിൻ്റെ കാര്യമല്ലേ ചോദിച്ചത്. അവിടെ അവർ രക്ഷിക്കപ്പെടണം എന്ന് പറയുമ്പോഴേക്കും പൗലോസിന്റെ ആഗ്രഹം അവർ രക്ഷിക്കപ്പെടണം, ദൈവത്തോടുള്ള യാചനയുമാകുന്നു. അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. അടുത്ത വാക്യം ശ്രദ്ധിക്കണേ, 3-ാം വാക്യം. അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കുവാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നത്, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കുവാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു. അനേക വാക്യങ്ങൾ എൻ്റെ താഴത്തോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ 3-ാം വാക്യം എഴുതിയിരിക്കുന്നു, അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കുവാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നേരത്തെ 3-4 ക്ലാസ്സിന് മുമ്പ് അത് പറഞ്ഞായിരുന്നു. മനുഷ്യരെല്ലാവരും എല്ലാ മതങ്ങളും അവരവരുടെ പ്രവൃത്തി കൊണ്ട് ഒരു ജസ്റ്റിഫിക്കേഷൻ ലെവലിലെത്താനാണ് ശ്രമിക്കുന്നത്. അതായത് ദൈവത്തെ നമ്മളത് പറയുന്നില്ലെങ്കിൽ പോലും ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, നമ്മൾ അറിയാതെ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, ഞാനിത് ചെയ്യുന്നു, ഞാൻ അങ്ങനെ ചെയ്യുന്നു, ഞാൻ 5 നേരം പ്രാർത്ഥിക്കും, ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കും, കിടക്കാൻ നേരത്ത് പ്രാർത്ഥിക്കും, ഭക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, പുറത്ത് പോകുമ്പോൾ പ്രാർത്ഥിക്കും. ഇത് വേണ്ടെന്നുള്ളതല്ല, പക്ഷെ അതിലൂടെ വി ആർ തിങ്കിങ് സംതിങ് ദാറ്റ് വി ആർ ഡൂയിങ് സംതിങ് ഫേവർ ടു ഗാഡ്. ഇല്ലെങ്കിൽ ഞാനിത് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇതിന് അർഹനാണ്, ഇല്ലെങ്കിൽ ഐ ഡിസേർവ് ലോർഡ്, ഐ നീഡ് ദിസ് വൺ, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അതാണ് പരീശന്മാരും പറഞ്ഞത് അല്ലേ. പരീശന്മാരും ചുങ്കക്കാരനോട്, ഒരു പരീശനും ചുങ്കക്കാരനോട് പ്രാർത്ഥിക്കാൻ പോയൊരു ഉപമ കർത്താവ് പറയുന്നുണ്ട്. പരീശൻ നിന്നുകൊണ്ടിട്ട് ഞാൻ അവനെപ്പോലെയോ ഇവനെപ്പോലെയോ അല്ല, ഞാൻ 3 ദിവസം ഉപവസിക്കുന്നു, പതാരം കൊടുക്കുന്നു, അനേക കാര്യങ്ങൾ പറയാനുണ്ട് പരീശന്. അപ്പോൾ നമ്മളത് പരീശനായിട്ട് പറയും. നമ്മളിലും അനേക പരീശന്മാർ ഒളിഞ്ഞു കിടപ്പുണ്ട് ഇപ്പോഴുണ്ട്. ഞാനത് ചെയ്യുന്നു, ഞാനിത് ചെയ്യുന്നു, ഞാൻ ചർച്ചിൽ പോകുന്നു, ഞാൻ ചർച്ചിൽ തയ്ത്ത് കൊടുക്കുന്നു, ഞാൻ ഇത്ര പേരെ പഠിപ്പിക്കുന്നുണ്ട്, പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്നു, അനേക കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇസ്രായേലിൻ്റെ വിഷയം ചോദിച്ച് പറയാം, അവർക്ക് സംഭവിച്ചത് എന്താ? അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമുക്ക് രക്ഷയും ഈ നീതിയും എന്ന് പറയുന്ന സംഭവം നമ്മുടെ വാക്കുകൊണ്ട് ഒരിക്കലും കിട്ടത്തില്ല. അതുകൊണ്ട് യശയാപ്രവചനം 64-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്, ഞങ്ങളുടെ നീതിപ്രവർത്തികൾ കറപുരണ്ട തുണി പോലെ. Our righteousness, the work of our righteousness is filthy rags. കറപുരണ്ട തുണി. നമ്മൾ എന്ത് നീതി പ്രവൃത്തി ചെയ്തെന്ന് പറഞ്ഞാലും അതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു മോട്ടീവ് എവിടെയെങ്കിലും കാണും. മനസ്സിലായില്ലേ?
അപ്പോൾ നമ്മുടെ നീതിപ്രവർത്തികൾ കൊണ്ട് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഒരിക്കലും സാധിക്കത്തില്ല, ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ രക്ഷ അറ്റൈൻ ചെയ്യുവാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇസ്രായേലിന് സംഭവിച്ച അതാ അവിടെ പൗലോസ് എഴുതി വെച്ചിരിക്കുക, അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കുവാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനം ആകുന്നു അല്ലേ. എന്നിട്ട് അതിൻ്റെ താഴോട്ടൊക്കെ വായിച്ചു വരുമ്പോൾ എങ്ങനെയാണ് രക്ഷിക്കപ്പെടുക എന്നുള്ളതെല്ലാം 9-ാം 10-ാം വാക്യത്തിലെല്ലാം വരുന്നുണ്ട്. 17-ാം വാക്യത്തിൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ഞാൻ പണ്ട് ഒരു ക്ലാസ്സിൽ എടുത്തത് ഓർക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ക്രിസ്തുവിൻ്റെ വചനത്താൽ, ക്രിസ്തു എന്ന വചനത്തിൽ പറയുന്ന സ്ഥാനങ്ങളിലെല്ലാം അല്ലേ ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ് ഓൺ ദ ക്രോസ് ഓഫ് കാൽവരി, അതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഫിനിഷ്ഡ് വർക്കിൽ വിശ്വസിക്കുമ്പോഴാണ് അവിടെ നിന്നാണ് വിശ്വാസം വരുന്നത്, ക്രിസ്തുവിൻ്റെ വചനത്താലും. അപ്പോൾ പറഞ്ഞു യേശുവിൻ്റെ ഡിഫറൻസും ക്രിസ്തു എന്ന് പറഞ്ഞ ഡിഫറൻസും ഒക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ യേശു എന്ന് പറയുമ്പോൾ ഒരു ദൈവത്തിൻ്റെ ഓഫീസ് വെച്ച് നമ്മൾ പഠിക്കുമ്പോഴേക്കും യേശു എന്ന് പറഞ്ഞത് മനുഷ്യനായിരിക്കുന്ന യേശു, നമുക്ക് രക്ഷകനായിട്ട് മനുഷ്യനെ വീണ്ടെടുക്കാൻ വേണ്ടി മനുഷ്യനായിട്ട് വന്ന യേശുവിനെ കാണിക്കുന്നത്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കാനിരിക്കെ കൊണ്ട് അവന് യേശു എന്ന് പേരിടണം അല്ലേ. ക്രൈസ്റ്റ് ഈസ് ദ അനോയിൻറ്റഡ് വൺ ഹൂ ഇൻ ജീസസ് അല്ലേ. അപ്പോൾ വിശ്വാസം വരുന്നതും ക്രിസ്തുവിൻ്റെ വചനത്താലാണ് വരുന്നത്. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് ബൈബിളിൽ അതും വേർഡ് ഓഫ് ഗോഡ് എന്ന് എഴുതിയേക്കുന്നത്. മലയാളം ബൈബിളിൽ കുറച്ചും കൂടി കറക്റ്റാണ്, ക്രിസ്തുവിൻ്റെ വചനത്താൽ വരുന്നു. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അതാ. അപ്പോൾ അതേസമയം ഈ പൗലോസ് നമ്മൾ എടുക്കുമ്പോൾ ഹി വാസ് എ ജൂ അല്ലേ. പൗലോസ് ജൂ ആണ്. പൗലോസിനെ കുറിച്ച് തന്നെ പൗലോസ് പറയുന്നത് തന്നെ സാക്ഷിയുണ്ട്. പൗലോസിൻ്റെ പഴയ ചരിത്രം നമുക്കറിയാമല്ലോ. ശൗലായിരുന്നപ്പോഴേക്കും anyway let me show some words from Philippians. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസിനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. 3-ാം വാക്യം മുതൽ വായിച്ചാൽ, നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിൻ്റെ ആത്മാവുകൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അപ്പോൾ ജഡത്തിലുള്ള ആശ്രയം ഇല്ലെങ്കിൽ നമ്മുടെ കഴിവിൽ, നമ്മുടെ മിടുക്കിൽ, ഇല്ലെങ്കിൽ നമ്മുടെ എബിലിറ്റിയിൽ, ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബമഹിയിൽ, നമ്മുടെ ചർച്ചിൻ്റെ ആസ്തിയിൽ, ഇല്ലെങ്കിൽ പലരും പല രീതിയിലൊക്കെ ആശ്രയിക്കുന്ന കണ്ടിട്ടുണ്ട്, ഇല്ലെങ്കിൽ പുകഴുന്ന കണ്ടിട്ടുണ്ട്. അപ്പം പൗലോസ് പറയുക, എനിക്കിതൊക്കെ പറയാനാണെങ്കിൽ ഒത്തിരി ലിസ്റ്റുണ്ട്. പക്ഷെ അതിനു മുമ്പ് പൗലോസ് പറയാം, എനിക്ക് ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. എന്നിട്ട് അടുത്ത വാക്യം പറയാം, പക്ഷെ എനിക്ക് ജഡത്തിൽ ആശ്രയിക്കാൻ വകയുണ്ട്, മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അധികം. ഈ ഹാവ് സോ മെനി തിങ്സ് ടു സേ. ഇല്ലെങ്കിൽ ജഡത്തിൽ പറയാൻ വേണ്ടി, ഇല്ലെങ്കിൽ വേൾഡിൽ പറയാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ പൗലോസിനുണ്ട്. എന്നിട്ട് അവിടെ ഒരു ലിസ്റ്റ് പറയാം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി വാസ് ഫോളോയിങ് ഇല്ലെങ്കിൽ ഫുൾഫില്ലിങ് എല്ലാ ന്യായപ്രമാണത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഫുൾഫില്ല് ചെയ്തിരുന്ന പൗലോസ് അപ്പോസ്തലൻ അല്ലേ. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നു, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചാൻ. ഇത്രയെല്ലാം അറിയാമായിരുന്നിട്ടും ശൗല് ചെയ്തു പോരുന്നത് എന്താ? പൗലോസ് ചെയ്തു പോരുന്നത് എന്താ? സഭയെ ഉപദ്രവിച്ചു പോരുന്ന ഈ മാർഗക്കാരെ കൊന്ന് മുടിച്ചു പോന്നിരുന്നതാ അല്ലേ. ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. അപ്പം ന്യായപ്രമാണത്തിലൊരു നീതിയുണ്ട്, അത് താഴോട്ട് പറയുന്നുണ്ട്. ഓക്കെ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. സോ ഹി വാസ് ബ്ലെയിംലെസ് അക്കോർഡിംഗ് ടു ദ റൈറ്റ്യസ്നെസ് ഓഫ് ലോ. ഓക്കെ, അപ്പം ഇതെല്ലാം പൗലോസ് ചെയ്തിരുന്നു. എന്നിട്ട് അടുത്ത 1-2 വാക്യം അങ്ങോട്ട് വായിച്ചാൽ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. അടുത്ത വാക്യം ശ്രദ്ധിക്കണേ. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവേശുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും. ഒരു ലിസ്റ്റ് പറയാം. ആ 9-ാം വാക്യം ശ്രദ്ധിച്ചാൽ, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല. അപ്പം ന്യായപ്രമാണത്തിലെ 613 കൽപ്പന മുഴുവൻ നമ്മൾ അനുസരിച്ചാലും, അങ്ങനെ ഒരാൾക്ക് അനുസരിക്കാൻ പറ്റത്തില്ല, അനുസരിച്ചാലും അതിൽ നിന്ന് ലഭിക്കുന്ന നീതി ഏതാ?
സ്വന്തം നീതി, സെൽഫ് റൈച്ചസ്. righteousness. Yeah. സി, അപ്പോൾ ഇഫ് യു ഫോളോ ദ 613 ലോസ് കമാൻഡ്മെന്റ്സ്, 613 കൽപ്പന മുഴുവൻ അനുസരിച്ചാലും അതിൽ നിന്ന് കിട്ടുന്ന നീതി ദൈവത്തിൻ്റെ നീതിയല്ല. സി, സ്വന്തം നീതിയാണ്. പൗലോസ് അത് നല്ല വ്യക്തമായിട്ട് അവിടെ എഴുതിയേക്കാം അല്ലേ. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിനും. സി, അപ്പോൾ പൗലോസിൽ ലിസ്റ്റ് പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഹി വാസ് എ ജ്യൂ, 8-ാം നാളിൽ പരിചയനേറ്റവൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ, ബ്ലെയിംലെസ്. ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതെല്ലാം ചെയ്താലും ലഭിക്കുന്നത് എന്ത് നീതിയാണ്? സ്വയനീതിയാണ്. സ്വയനീതിയും കൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ എത്താൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ ന്യായപ്രമാണത്താൽ ഒരു ജഡവും, ഗലാത്യലേഖനം 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, ഇഷ്ടംപോലെ വാക്യങ്ങളുണ്ട്, ന്യായപ്രമാണത്താൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് സ്പഷ്ടം. അപ്പം ന്യായപ്രമാണത്താൽ ഇല്ലെങ്കിൽ ഈ കൽപ്പനകൾ ഒരു ലോയായിട്ട് പഴയ നിയമം മുഴുവൻ നമ്മൾ പ്രമാണിച്ചാലും നോ വൺ going to justify in the eyes of God. അപ്പോൾ ഇസ്രായേലിന് അതാ പറ്റിയത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ചിന്തിച്ചായിരുന്നു. ഇസ്രായേലിന് പറ്റിയത് അവർ ന്യായപ്രമാണത്തിൽ നിന്നുള്ള അവർ സ്വന്തം നീതി അവർ പിടിച്ചുകൊണ്ടിരുന്നത്, എന്നിട്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. അപ്പോൾ ഇതിനൊരു സബ്മിഷൻ ആവശ്യമാണ് ഇല്ലേ. ക്രിസ്തുവിൽ നമ്മളെ സ്വതന്ത്രരാക്കുമെന്ന് പറയുമ്പോഴേക്കും ഞാൻ ആ ക്ലാസ്സിൽ എടുക്കാം. ക്രിസ്തുവിൽ നമ്മളെ സ്വതന്ത്രരാക്കുമെന്ന് പറയുമ്പോഴേക്കും നമ്മൾ നീതിക്ക് അടിമകളായിട്ടാണ് മാറുന്നത്. വി ആർ സ്ലേവ്സ് ടു റൈച്ചസ്നെസ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യമായിട്ട് ചുമ്മാ അഴിച്ചിങ്ങനെ വിട്ടേക്കുകയല്ല. ഇറ്റ്സ് എ നാരോ ലൈൻ, നാരോ പാത്ത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് ആൾക്കാർ കൃപയെന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക്, ഒരു സൈഡിലേക്ക് വീഴുന്നു, കുറേ പേര് ലോ പിടിച്ചുകൊണ്ട് മറ്റേ സൈഡിലേക്ക് വീഴുന്നു. അവരെ ചീത്ത പറയും, ലോ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രേസുകാരെ ചീത്ത പറയും. ബട്ട് ദർ ഇസ് എ ബാലൻസ്. അപ്പോൾ അതാ നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ ഈ ന്യായപ്രമാണത്തിലുള്ള ഘനമേറിയ കാര്യങ്ങൾ ഇല്ലെങ്കിൽ കർത്താവത് പറയുന്നുണ്ട്, അത് ത്യജിച്ച് കളഞ്ഞിട്ട് നിങ്ങൾ ഒട്ടകത്തെ വിഴുങ്ങുകയും കൊതുകിനെ അരിച്ചെടുക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോഴേക്കും ഇതിൻ്റെ റിയൽ കോർ കിട്ടാതെ, ഇതിൻ്റെ റിയൽ മീനിങ് കിട്ടാതെ, ഇപ്പം നമ്മൾ ഏത് റിലീജിയൻ എടുത്ത് നോക്കിയാൽ, ഞാൻ ഒരാളെ കുറ്റം പറയുകയല്ല, ബട്ട് ഏത് റിലീജിയൻ നമ്മൾ എടുത്തൊന്ന് പഠിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അവരുടേതായിരിക്കുന്ന ചില ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അവരുടേതായിരിക്കുന്ന ചില ലോയുണ്ട്. അതിലാണെങ്കിൽ യു ബിലോങ് ടു ദിസ് ബോക്സ്, ഇല്ലെങ്കിൽ യു ബിലോങ് ടു ദിസ് ബോക്സ്. സി, അനേക ബോക്സുകളാണ്, മതത്തിൻ്റെതായിരിക്കുന്ന അനേക ബോക്സുകളാണ്. ഞാൻ പലപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, ഇന്ന് നമ്മൾ ലോകത്ത് നോക്കുകയാണെങ്കിൽ ക്രിസ്തീയ ഡിനോമിനേഷൻസ്, ഹൗ മെനി ക്രിസ്ത്യൻ ഡിനോമിനേഷൻ ഇൻ ദ വേൾഡ് ടുഡേ? ക്രിസ്തീയ വിഭാഗങ്ങൾ മാത്രം. ലോകത്ത് ഒരു മതത്തിനും ഇല്ലാത്ത അത്രയും ക്രിസ്തീയ മതം ഡിനോമിനേഷൻസ്, ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് ഉണ്ട്. മോർ ദാൻ 47,000 അത്രയും വിഭാഗങ്ങളുണ്ട്. ഇതെല്ലാവർക്കും അവരുടേതായിരിക്കുന്ന നിയമാവലികളും അവരുടേതായിരിക്കുന്ന ചട്ടങ്ങളും പ്രമാണങ്ങളും ഇതൊക്കെ നല്ലതാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം വെച്ച് നോക്കുമ്പോഴേക്കും ദൈവം ഈ ഡിനോമിനേഷനെ രക്ഷിക്കാനല്ല വരുന്നത്. ഓക്കെ, ദൈവം നോക്കുമ്പോഴേക്കും വാട്ട് ഈസ് യുവർ എൻ്റെ പുത്രന് കർത്താവ് യേശു ക്രിസ്തു നീയും തമ്മിലുള്ള ബന്ധം, വാട്ട് ഈസ് ഇറ്റ്? അവിടെ നിന്നാണ് പിന്നെ തുടങ്ങുന്നത്. ഓക്കെ, അത് മാത്രം പോരാ, ബട്ട് ദാറ്റ് വേർ ഇറ്റ് സ്റ്റാർട്ട്സ്. അല്ലാണ്ട് നീ ഏത് സഭയുടെ ഏത് മതക്കാരനാണ്, ഇല്ലെങ്കിൽ ഏത് ക്രിസ്തീയ വിഭാഗത്തിലുള്ളതാണ്, CSA, മാർത്തോമ, യാക്കോബൈറ്റ്, പെന്തക്കോസ്ത്, ബ്രദർ, യു നെയിം ഇറ്റ്, നമുക്ക് ഈ വിരലെണ്ണാമെന്ന് അറിയത്തുള്ളൂ. പക്ഷേ യു ക്യാൻ ജസ്റ്റ് ഗൂഗിൾ ഇറ്റ്. ഇല്ല, 47,000-ലധികം ക്രിസ്തീയ ഡിനോമിനേഷൻസ് ഇന്ന് ഭൂമിയിലുണ്ട്. അപ്പോൾ ഇവരെല്ലാവർക്കും അവരുടേതായിരിക്കുന്ന നീതിപ്രവൃത്തികളുണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ന്യായപ്രമാണവും അങ്ങനെ തന്നെയായിരുന്നു. പഴയ നിയമം ഇസ്രായേലിന് പറ്റിയത് അത് തന്നെയായിരുന്നു. ഈ ന്യായപ്രമാണം മുഴുവൻ മുറുകെ പിടിച്ച പൗലോസിനും പറ്റിയത് അത് തന്നെയായിരുന്നു. എന്നാൽ ക്രിസ്തുവേശുവിൽ വിശ്വാസം മൂലം ലഭിക്കുന്ന ദൈവത്തിൻ്റെ നീതി ലഭിച്ച് അവനിലിരിക്കേണ്ടതിനും എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ആ ദൈവത്തിൻ്റെ നീതിയുടെ വസ്ത്രം ഇല്ലെങ്കിൽ നീതി നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. വി ആർ ബോൺ ആസ് റൈച്ചസ്, റൈറ്റ് സ്റ്റാൻഡ് വിത്ത് ഗാഡ്. അതെങ്ങനെ സംഭവിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലമാണ്. അപ്പോൾ പഴയ നിയമ ഇസ്രായേൽ ഇപ്പോഴും അവരുടെ പ്രവൃത്തി കൊണ്ടാണ് നിൽക്കുന്നത്. അവർ ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല എന്ന് നമ്മൾ കാണുന്നു.
അപ്പോൾ അതാണ് ഇസ്രായേലിന് സംഭവിച്ചത്. അവരിപ്പോഴും ക്രിസ്തുവാണ് ക്രൂശിക്കപ്പെട്ടെന്ന് അവരിപ്പോഴും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ പഠിക്കുമ്പോഴേക്കും പൗലോസിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു മേജർ ഇഷ്യൂ, ഒരു മേജർ വിഷയം, ഇഷ്യൂ അല്ല, ഒരു മേജർ സബ്ജക്റ്റ് പൗലോസിൻ്റെ പ്രസംഗങ്ങൾ, അനേക പ്രസംഗങ്ങൾ നോക്കിയാൽ യേശു തന്നെ ക്രിസ്തു, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു കൊടുത്തു എന്ന് കാണാം. ഒരു 6-7 സ്ഥലത്ത് പൗലോസിൻ്റെ പ്രസംഗങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്, യേശു തന്നെ ക്രിസ്തു. കാരണം അവരത് വിശ്വസിക്കുന്നില്ല ഇപ്പോഴും, യേശുവാണ് ക്രിസ്തു. അവർ മശിയെ നോക്കിയിരിക്കുന്നവരാണ്. ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന് നമ്മൾ ഒത്തിരി മാറിപ്പോകണ്ട. ഇസ്രായേലിന് സംഭവിച്ചത് അവർ ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെടാതെ സ്വന്തം നീതിക്ക് കീഴ്പ്പെട്ടു. സോ ദാറ്റ്സ് വാട്ട് ദേ ഹാപ്പൻ. എന്നാൽ അവർക്ക് കർത്താവ് രക്ഷ ഇനിയും ഒരുക്കുന്നുണ്ട്. ഓക്കെ, അത് ക്ലിയറായി ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ദൈവം ഓക്കെ, ദൈവം സഹായിക്കട്ടെ. ഗാഡ് ബ്ലസ്. ബൈ.